അമേരിക്കയുടെ നാവിക ശക്തിയുടെ മുനയൊടിക്കാൻ തന്നെയാണ് ഇറാന്റെ പുതിയ നീക്കങ്ങളെല്ലാം. ഇറാൻ ഇപ്പോൾ ഹോർമുസ് 1 എന്നറിയപ്പെടുന്ന വളരെ മാരകമായ ഒരു മിസൈലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ മിസൈലിന്റെ പ്രത്യേകത റഡാർ സിഗ്നലുകൾ, അതായത് റേഡിയോ സിഗ്നലുകളെ തെരഞ്ഞുപിടിച്ച് അതിനെ ആക്രമിക്കാൻ കഴിയുമെന്നതാണ്. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു മിസൈൽ അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പോലെ ലോഞ്ചറിൽ നിന്ന് തന്നെ അതിന്റെ ലക്ഷ്യം കണക്കാക്കി ആ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി തൊടുത്തുവിടുന്ന മിസൈലുകളുണ്ട്. അതേസമയത്ത് മിസൈലുകൾ തന്നെ അതിന്റെ ലക്ഷ്യം കണ്ടെത്തി ആക്രമിക്കുന്ന രീതിയുമുണ്ട്. അതാണ് മിസൈൽ സീക്കേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. മിസൈലുകളുടെ മുൻഭാഗത്ത് ചില ഡിസൈനുകളിൽ ഈ രൂപം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് മിസൈലിന്റെ സീക്കറുകൾ ഉള്ളത്. അതിന്റെ ലക്ഷ്യം അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളാണ് ഈ മിസൈലുകളുടെ ഏറ്റവും മുന്നിലായി ഘടിപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇറാന്റെ മിസൈൽ റഡാർ സീക്കറുകളാണ് അതിൽ സംവിധാനിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എവിടെയാണ് റഡാർ മിസൈലുകളെയും അതുപോലെ യുദ്ധവിമാനങ്ങളെയും തടുത്തു നിർത്താൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റായ റഡാർ സംവിധാനം, റഡാർ യൂണിറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തി അതിനെ ആക്രമിക്കുക. അതിനുവേണ്ടി റേഡിയോ സീക്കറുകളാണ്, റേഡിയോ സിഗ്നലുകളെ സീക്ക് ചെയ്യുന്ന സംവിധാനമാണ് ഇതിന്റെ മുന്നിലുള്ളത്. ഒരു റഡാറിൽ നിന്നും റേഡിയോ തരംഗങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ തരംഗങ്ങളാണ് ഈ രാഷ്ട്രത്തിന്റെ ഏതെങ്കിലും വ്യോമ മേഖലകളിൽ എവിടെയെങ്കിലും യുദ്ധവിമാനങ്ങളോ അല്ലെങ്കിൽ മിസൈലുകളോ കടന്നു വന്നിട്ടുണ്ട് എന്ന് ഈ കൺട്രോൾ യൂണിറ്റിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. എന്നാൽ ഈ റഡാറിൽ നിന്ന് വരുന്ന റേഡിയോ തരംഗങ്ങൾ, ഈ തരംഗങ്ങളെ കണ്ടെത്തി അത് എവിടെ നിന്നാണ് ഈ റേഡിയോ തരംഗങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കി ആ പൊസിഷനെ ആക്രമിക്കുക എന്നതാണ് റഡാർ സീക്കറുകൾ ഉപയോഗിക്കുന്ന മിസൈലുകൾ ചെയ്യുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു മിസൈലാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഹോർമുസ് 1 എന്നറിയപ്പെടുന്നത്. ഇതിന് കപ്പലുകളെയും റഡാർ സംവിധാനങ്ങളെയും ആക്രമിക്കാൻ ഇതിന് സാധിക്കും. നമുക്കറിയാം, സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങളെയൊക്കെ ആക്രമിക്കാൻ വേണ്ടി ഇൻഫ്രാറെഡ് സീക്കറുകൾ ഘടിപ്പിച്ച മിസൈലുകളുണ്ട്. ഇത് ചൂടുള്ള ഭാഗത്തു നിന്നും വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങൾ, ഈ തരംഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ മിസൈൽ യാത്ര ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധവിമാനം അതിവേഗതയിൽ പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മിസൈൽ ആ യുദ്ധവിമാനങ്ങളെ പിന്തുടർന്ന് ആ യുദ്ധവിമാനം വളഞ്ഞും ചെരിഞ്ഞും പറക്കുന്നതിനനുസരിച്ച് അതിനെ പിന്തുടരാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. കാരണം ആ യുദ്ധവിമാനത്തിന്റെ ജെറ്റ് എഞ്ചിനിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെയാണ് ഇത് ലക്ഷ്യമാക്കി നീങ്ങുന്നത്. എന്ന പോലെ ഇമേജ് സീക്കറുകളുണ്ട്. ഏതെങ്കിലും ഒരു ഇമേജ് അടയാളപ്പെടുത്തി ആ ഇമേജിനെ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ സാധിക്കുന്ന ഇമേജ് സീക്കറുകളുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സീക്കറുകളാണ് ഈ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ ഇറാൻ ഇപ്പോൾ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളെയും റഡാർ സംവിധാനങ്ങളെയും കൃത്യമായി ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹോർമുസ് 1 എന്നറിയപ്പെടുന്ന മിസൈൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ മിസൈലിന് 300 കിലോമീറ്ററിന് പരിധിയിലുള്ള ഏത് ഭാഗങ്ങളെയും ആക്രമിക്കാൻ സാധിക്കും. 4 മുതൽ 5 മാക്ക് സ്പീഡ് വരെ ആ വേഗതയിൽ സഞ്ചരിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് പ്രതിരോധ സംവിധാനങ്ങളെ കൊണ്ട് ആക്രമിച്ച് കീഴടക്കാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരു മിസൈലാണ് ഇറാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ നാവിക സേനയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയാണിത്. കപ്പലുകളെ ആക്രമിക്കാനുള്ള ഏറ്റവും കൃത്യമായ ആക്രമണത്തിന് തയ്യാറാക്കിയിട്ടുള്ള മിസൈൽ കൂടെയാണ് ഇത്. മാത്രമല്ല, കപ്പലുകളിലെല്ലാം ഇത്തരത്തിലുള്ള റഡാർ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ കപ്പലുകളെ ആക്രമിക്കാനുള്ള ഏറ്റവും നല്ല വഴിയായി കൂടെ ഇറാൻ ഇതിനെ കണക്കാക്കുന്നുണ്ട്.